അടിക്കുന്നില്ലെങ്കിൽ അടിക്കില്ല എന്ന് പറഞ്ഞു, അടിക്കുന്ന തന്നെ പറഞ്ഞു അല്ലേ? ഇത് വെക്കേഷൻ കാലഘട്ടം, സമ്മർ വെക്കേഷൻ തുടങ്ങുമ്പോൾ വഴിക്ക് പഠനത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ പോലെ ഞാൻ പടത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു കോളേജ് പടത്തിലാണ്, നമ്മൾ എന്ന് പറയുന്ന ഒരു കോളേജ്. അന്ന് അത് 2002 ഡിസംബറിലെ റിലീസായി. അന്ന് ഏതൊക്കെയാണ് റിപ്പോർട്ട് റിലീസായ പടം? കല്യാണരാമൻ, നന്ദനം, യാത്രക്കാരുടെ ശ്രദ്ധിക്ക്, നമ്മൾ 4 പടം ഹിറ്റടിച്ചു ഇല്ലേ? പക്ഷെ അതിന്റെ ലാസ്റ്റ് ഹിറ്റടിച്ചതാണ് നമ്മൾ. ഏറ്റവും ഫസ്റ്റ് ദിവസം തന്നെ ഹിറ്റടിച്ച് ചെയ്തത് കല്യാണരാമൻ, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധിക്ക്. അത് പിന്നെ പോലെ എല്ലാ വർഷവും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു ഡയറക്ടർ പടം. അതിനുശേഷം നന്ദനം സ്ലോലി ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോ പോലെ ഫസ്റ്റ് ആഴ്ചയിലൊന്നും കൂലോട് കൂവൽ ആളില്ല. പക്ഷെ ഏതൊക്കെയോ തിയേറ്ററുകളിൽ ആള് കയറുന്നുണ്ട്, പടം ഇഷ്ടമാണെന്ന് അഭിപ്രായം വരുന്നത്. പക്ഷെ അന്ന് പിടിച്ചു നിർത്തിയിരുന്ന സർഗചിത്ര എന്ന് പറഞ്ഞൊരു അപ്പച്ചന്റെ അല്ലേ റിലീസ്, അന്നൊരു ആഴ്ച അപ്പച്ചൻ എന്താ പറഞ്ഞറിയോ? രാത്രി റോഡ് സൈഡിലുള്ള തിയേറ്ററാണെങ്കിൽ 8 ഹൗസ്ഫുൾ ബോർഡാണ് ഇട്ടേക്കുന്നത്. അന്നത്തെ ടെക്നിക്കാ, നല്ല പടാന്ന് അഭിപ്രായമായിട്ട് കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഇട്ട് 2 ആഴ്ചക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. 3 വർഷം അങ്ങനെ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. ബാക്കിൽ ഇനിയിപ്പോ ഏത് ഭാഷയാണെങ്കിലും അവർ വന്ന് ഇത് ടപ്പായൊന്നും തട്ടിയിട്ട് അടുത്ത പടം ഇല്ലേ? അപ്പൊ നമ്മുടെ പിള്ളേര്, പുതിയ പിള്ളേര് ഒരു സംഭവം ചെയ്യുമ്പോൾ, പഴയ പിള്ളേര് ചെയ്യുമ്പോഴും നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മോശമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇളവ് ഉണ്ടാവുമ്പോ അതങ്ങോട്ട് കൊയ്തങ്ങ് തിന്നൂടെ. നമുക്ക് എന്തിന് അന്യനാട്ടിൽ നിന്ന് വരുന്ന സാധനം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം? ഇന്നിപ്പോ നടക്കുന്ന യുദ്ധമാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗ്യാസില്ലാത്തോണ്ടല്ലേ അല്ലേ? എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യണം അല്ലാതെ പറഞ്ഞേ. ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാവുമ്പോ അത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം നമ്മുടെ ഇൻഡസ്ട്രി. അതായത് കൊറോണ വന്നിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തി വെച്ചിട്ടില്ല, സിനിമ നിർമ്മാണം. അതായത് മലയാളം സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് പോലും കേട്ടാൽ മനസ്സിലാവാത്ത, പറയാൻ പറ്റാത്ത ഓരോ രാജ്യത്തുള്ള ആൾക്കാർ നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടെയൊക്കെ അവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുക, വേറെ എവിടെ പടങ്ങൾ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും വലിയ കാശുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദുബായ് എത്ര പടം ഉണ്ടാവും? അപ്പൊ അത് മാത്രം പോരല്ലോ, കുറച്ച് പട്ടിണി എടുക്കുന്ന ആൾക്കാർ വേണം. പട്ടിണി ഇതൊക്കെ ഉണ്ടാവണം, നിങ്ങളും വേണം, വിമർശനം വേണം, എല്ലാ രീതിയിലുള്ള സംഭവം ഉണ്ടെങ്കിലേ ആ ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ എന്തിനും വെട്ടി കത്തിച്ച് കളയണം. വെട്ടിയ മുന്നിൽ കുറച്ചിങ്ങനെ ചെറുതായിട്ട് അല്ലേ? അപ്പൊ നല്ലതാണെങ്കിൽ നല്ലതെന്ന് നിങ്ങൾ പറയണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. അതേ സ്പിരിറ്റോട് തന്നെ പറഞ്ഞോ, ഞാൻ അടിക്കുന്ന ആളാണ്, അടിക്കാത്ത ആളാണ്, അടിക്കുന്നില്ലെങ്കിൽ അടിക്കില്ല എന്ന് പറഞ്ഞു, അടിക്കുന്ന തന്നെ പറഞ്ഞു അല്ലേ? എന്താ പ്രശ്നം? ഒന്നുമില്ല. അപ്പൊ അതേപോലെ നല്ലതാണ് നല്ലതെന്ന് തന്നെ പറഞ്ഞോ, മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു. അത് പറയാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. ആർക്കും കാശും കൊടുക്കണ്ട, റിവ്യൂ ഇല്ല. നല്ലതാണെങ്കിൽ മാത്രം കാശിനാണോ? ഇപ്പൊ മോശം എഴുതാൻ ആരെങ്കിലും കഴിവുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കാര്യം കേട്ടോ പറഞ്ഞ കുറച്ച് പേര് പെയ്ഡ് റിവ്യൂസിന്റെ ആൾക്കാർ പറയും, അതെ കാശ് ഒന്ന് നന്നാക്കി എഴുതാം, പിന്നെ പറയും മോശം എഴുതാൻ കാശ് വേണ്ട.